ഓം ശാന്തി. വളരെ പണ്ട് ജ്ഞാനലോകം എന്നു പേരുള്ള ഒരു അത്ഭുത രാജ്യമുണ്ടായിരുന്നു. ആ രാജ്യം ഭരിച്ചിരുന്ന രാജാവിന്റെ പേരാണ് ആത്മവിജയി. വളരെ ദിവ്യമായ ഒരു നാമമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. ആ രാജാവ് ആത്മാവിനെക്കുറിച്ചും പരമാത്മാവിനെക്കുറിച്ചുമുള്ള ശരിയായ അറിവ് കൊണ്ട് സമ്പന്നനുമായിരുന്നു. അദ്ദേഹം കേവലം ഒരു സാധാരണ രാജാവായിരുന്നില്ല, സത്യമായ മായാജീത്തായ രാജാവായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് യാതൊന്നിലും ഭയമില്ല, ഒന്നിനോടും ലോഭമില്ല, അപമാന ഭയവുമില്ല. ആ രാജാവ് അത്രയധികം ആത്മബോധത്തിൽ, ഉയർന്ന ആത്മിക തലത്തിലാണ് ജീവിച്ചിരുന്നത്. അദ്ദേഹം എപ്പോഴും തൻ്റെ ആത്മസ്മൃതിയിൽ മുഴുകിയിരുന്നു. ഉള്ളിൻ്റെ ഉള്ളിൽ പരമമായ ആനന്ദവും സന്തോഷവും ലഹരിയുമെല്ലാം അനുഭവിച്ചുകൊണ്ട്. എന്നാൽ അതേ രാജ്യത്തിന് പുറത്തായി വളരെ ശക്തിശാലിയായ ഒരു രാക്ഷസി ഉണ്ടായിരുന്നു. അവളുടെ പേര് മായ എന്നാണ്. മായയുടെ ജോലി എന്താണെന്ന് ചോദിച്ചാൽ, ആളുകളുടെ മനസ്സിനെ എപ്പോഴും അലയിച്ചു കൊണ്ടിരിക്കുക, മനസ്സിനെപ്പോഴും ടെൻഷൻ കൊടുത്തുകൊണ്ടിരിക്കുക, ആ രാജ്യത്തെ പ്രജകളുടെ മനസ്സിലേക്ക് മോഹം, ക്രോധം, ഈർഷ്യ, അഹങ്കാരം ഇത്യാദി വിചാരങ്ങളെ കൊണ്ടുവന്ന് അവരുടെ മനസ്സിനെ അതിൽ കുത്തിയിടുക. പിന്നെ അനേക പ്രകാരത്തിലുള്ള യോദ്ധാക്കളെയും അവൾ തൻ്റെ വശത്താക്കി വെച്ചിരുന്നു. തനിക്ക് ആവശ്യമുള്ളപ്പോഴെല്ലാം ഈ യോദ്ധാക്കളെ പറഞ്ഞയക്കും. എന്നാൽ അങ്ങനെ ഒരു ദിവസം ഈ ആത്മവിജയി രാജാവിനെ കുറിച്ചും ഈ രാക്ഷസി അറിയാനിടയായി. ഇതുവരെ ഞാൻ രാജ്യത്ത് പോയിട്ടില്ല, അദ്ദേഹത്തെ കണ്ടിട്ടില്ല, എന്നാൽ പോയിട്ട് തന്നെ കാര്യം, അവിടെ പോയിട്ട് രാജ്യത്ത് കുറച്ച് കുഴപ്പങ്ങൾ ഉണ്ടാക്കണം എന്ന് ആ രാക്ഷസി വിചാരിച്ചു. പക്ഷെ അങ്ങനെ പല പ്രാവശ്യം രാക്ഷസി നേരിട്ടും പരോക്ഷമായും നമ്മുടെ ആത്മവിജയിയായ രാജാവിനെ ഭ്രമിപ്പിക്കുവാൻ പലതും ചെയ്തു. ഇടയ്ക്കിടയ്ക്ക് പഴയ സംബന്ധങ്ങളുടെ ഓർമ്മ കൊടുക്കാൻ ശ്രമിച്ചു നോക്കി. ചിലപ്പോൾ അപമാനിച്ച് അപമാന ഭയമുണ്ടാക്കാൻ ശ്രമിപ്പിച്ചു നോക്കി. അസത്യമായ കഥകൾ പറഞ്ഞു കൊടുത്തു. ലോഭത്തിന്റെ ജാലത്തിലേക്ക് പിടിച്ചിടാൻ ശ്രമിച്ചു. ഇതൊക്കെ ചെയ്തിട്ടും രാജാവ് തങ്ങനെ മഗ്ന അവസ്ഥയിൽ തന്നെ നിലനിന്നു. അവസാനം ഒരു ദിവസം മായ അദ്ദേഹത്തിന്റെ അരികിൽ വന്നിട്ട് പറഞ്ഞു, എപ്പോൾ മായ വരുമ്പോഴും രാജാവ് തന്റെ ആത്മീയ സ്വരൂപത്തിലേക്ക് ഇരിക്കുക. മായയും അടിയുറവ് പയ്യണം മായത് ആ രാജാവിന്റെ മുമ്പിൽ വന്നിട്ട്, ഞാൻ ആത്മാവാണ്, അവിനാശിയാണ്, ശാന്തമാണ്, പരമാത്മാവിന്റെ കുട്ടിയാണ്. എൻ്റെ പക്കൽ എല്ലാം ഉണ്ട്. ആത്മീയ ലഹരിയുണ്ട്, ശക്തിയുണ്ട്, സന്തോഷമുണ്ട്, സത്യമായ പ്രേമമുണ്ട്. അതുകൊണ്ട് നീ ഏതൊക്കെ രൂപത്തിൽ എൻ്റെ അടുക്കൽ വന്ന് ഏതൊക്കെ രീതിയിൽ എന്നെ പരിവർത്തനപ്പെടുത്താൻ ശ്രമിച്ചാലും അതൊരിക്കലും സാധ്യമല്ല. അപ്പൊ ഈ ശരിയായ തിരിച്ചറിവ് മായയ്ക്കും ഉണ്ടാക്കി കൊടുക്കുകയാണ്. ശരിയാണ്, ഇവൻ ഇങ്ങനെയൊക്കെയാണല്ലോ ജീവിക്കുന്നത്. അങ്ങനെ പതുക്കെ പതുക്കെ മായയുടെ ഭാവത്തിലും കുറേശ്ശെ മാറ്റങ്ങൾ വരുത്താൻ തുടങ്ങി, വരാൻ തുടങ്ങി. അപ്പൊ ആരുടെ പക്കലാണോ ശരിയായ ആനന്ദമുള്ളത്, ശക്തിയുള്ളത്, ശാന്തിയുള്ളത്, അവരെപ്പോഴും മറ്റുള്ളവരെ ജയിച്ചു തന്നെ ഇരിക്കും. അവരെ തോൽപ്പിക്കാൻ ലോകത്തിൽ ആർക്കും സാധ്യമല്ല. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ശരിയായി മനസ്സിലാക്കിയമായ ഒരു ദിവസം രാജാവിന്റെ മുമ്പിൽ വന്ന് അദ്ദേഹത്തിനോട് സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലയോ ആത്മരാജ, നിന്നെ ബുദ്ധിമുട്ടിക്കുവാൻ, നിന്നെ പരാജയപ്പെടുത്താൻ എനിക്കൊരിക്കലും സാധിക്കില്ല. കാരണം നീ യഥാർത്ഥമായ അജീത്താണ്. ആ നീ ഇപ്പൊ എനിക്ക് പോലും ശരിയായ ആനന്ദത്തിന്റെ അനുഭൂതി നൽകുകയാണ്. കാരണം ഇത്രയും കാലം ഞാൻ മറ്റെന്തോ ആനന്ദമാണ് അനുഭവിച്ചു കൊണ്ടിരുന്നത്. യഥാർത്ഥ ആനന്ദം എന്താണെന്ന് ഇപ്പോൾ നിന്നിലൂടെ ഞാനിപ്പോൾ പഠിക്കുകയാണ്. അതുകൊണ്ട് ഇന്നു മുതൽ നിന്റെ ഭക്തനാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദയവ് ചെയ്ത് അങ്ങനെ
താങ്കളുടെ ഭക്തയാക്കി മാറ്റിയാലും. ഇത് കേട്ട് പുഞ്ചിരിച്ചുകൊണ്ട് രാജാവ് പറഞ്ഞു, ആത്മാവ് എപ്പോഴാണോ സത്യമായ സ്വരൂപത്തിരിക്കുന്നത്, അതിൽ നമ്മൾ മുഴുകുന്നത്, അപ്പോൾ മായ പോലും നമ്മുടെ മുമ്പിൽ വണങ്ങും. അവർ ഒരിക്കലും നമ്മുടെ ശത്രുവല്ല, പകരം ശത്രു പോലും നമ്മുടെ സഹയോഗിയും മിത്രവുമായിട്ട് മാറും. എപ്പോഴാണ് ആത്മാവ് തൻ്റെ അടിസ്ഥാന സ്വഭാവം, മൂലഗുണം, ആത്മീക സ്വരൂപം, പ്രാപ്തികളിൽ എല്ലാം മഗ്നമായിരിക്കുന്നത്, മായയ്ക്ക് ഒരു തരത്തിലും അവരെ തന്നിലേക്ക് ആകർഷിക്കുവാനോ തൻ്റെ പ്രഭാവം അവരിൽ ഉണ്ടാക്കുവാനോ സാധ്യമല്ല. അതുകൊണ്ട് മഗ്നാവസ്ഥ എന്നത് തന്നെയാണ് ആത്മാക്കളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുരക്ഷമായിട്ടുള്ള കവചം. അങ്ങനെയുള്ള ആത്മാവിന്റെ മുൻപിൽ മായ പോലും ഭക്തയായി മാറുന്നു. അതുകൊണ്ട് സംഗമയുഗത്തിൽ നമ്മൾ ഓരോ ആത്മാക്കളും ഭഗവാൻ നമുക്ക് നൽകുന്ന ഈ ഒരു സ്വരാജ്യത്തെ പ്രാപ്തമാക്കണം. ഇന്ന് ബാബയുടെ മഹാവാക്യമാണ്, ബാബ നൽകുന്ന വരദാനമാണ്, മഗ്ന അവസ്ഥയുടെ അനുഭവത്തിലൂടെ മായയെ തൻ്റെ ഭക്തനാക്കി തീർക്കുന്ന മായാജീത്തായി ഭവിക്കൂ. അപ്പൊ മഗ്ന അവസ്ഥയുടെ അനുഭവം ചെയ്യുന്നതിന് നമുക്കിപ്പോ എന്തെല്ലാം ടൈറ്റിലുകൾ ഭഗവാൻ തന്നിട്ടുണ്ട്. ആ ടൈറ്റിലുകൾ, നമുക്ക് എന്തെല്ലാം സ്വരൂപങ്ങളെ കുറിച്ച് അറിവ് കിട്ടി, ആ സ്വരൂപങ്ങൾ, നമ്മുടെ എത്ര ഗുണങ്ങൾ, ആ ഗുണങ്ങളുടെ അലങ്കാരം, അനേക പ്രകാരത്തിലുള്ള സന്തോഷം, ആത്മീക ലഹരി, രചയിതാവിൻ്റെയും രചനയെക്കുറിച്ചുമുള്ള വിസ്താരത്തിലുള്ള പോയിന്റ്സ്, പിന്നെ പ്രാപ്തികളുടെ പോയിന്റ്സ്, ഇതെല്ലാം സ്മൃതിയിലേക്ക് കൊണ്ടുവരും. നമ്മുടെ മനസ്സൊരിക്കലും ഖാലിയായിരിക്കുന്നില്ലല്ലോ. എന്തെല്ലാം കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട്. ഈ പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങളെയെല്ലാം സ്മൃതിയിൽ കൊണ്ടുവരുമ്പോൾ എന്താണോ നമുക്ക് ഇഷ്ടപ്പെട്ടത്, ആ ഇഷ്ടപ്പെട്ട ഒരു ടോപ്പിക്കിലേക്ക്, ആ വിഷയത്തിലേക്ക് നമുക്ക് മനനം ചെയ്യാൻ ആരംഭിക്കണം. ആ വിഷയത്തെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കണം. എന്നിട്ട് അതിലേക്ക് നമ്മൾ മുഴുകണം. നിരന്തരം ചിന്തിക്കുന്നതോടുകൂടി മനനം ചെയ്യുന്ന അവസ്ഥ മഗ്നാവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുപോകും. പിന്നെ ഒരിക്കലും നമുക്ക് പരവശപ്പെടേണ്ട ആവശ്യമില്ല. എന്നേക്കുമായി മായ നമ്മളെ വിട്ട് തൊഴുത് മടങ്ങി തിരിച്ചു പോകും. അപ്പൊ സംഗമയുഗത്തിലെ നമ്മുടെ ആദ്യത്തെ ഭക്തൻ മായയാണ്. സത്യയുഗത്തിൽ പ്രജകളാണ്, ദ്വാപരത്തിൽ ഭക്തരാണ്. എന്നാൽ സംഗമയുഗത്തിൽ ഭക്തൻ നമുക്ക് വേണ്ടേ? ആ ഭക്തൻ ആരാ? മായ തന്നെയാണ്. അപ്പൊ സംഗമയുഗത്തിലെ നമ്മുടെ ഓരോരുത്തരുടെയും ഭക്തനായിട്ട് മായയെ മാറ്റുക. എപ്പോഴാണോ നമ്മൾ മായാജീത്ത്, മാസ്റ്റർ ഭഗവാനാകുന്നത്, അപ്പോൾ മായയും നമ്മുടെ ഭക്തനായിട്ട് മാറുക തന്നെ ചെയ്യും. ഈ വരദാനത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന പോയിന്റ് എന്താണ്? വിഷയങ്ങൾ എന്താണ്? യൂസ് ദ പവർ ഓഫ് ഡിവൈൻ റിമംബറൻസ് ടു സ്റ്റേ ഇമേഴ്സ്ഡ്. ആത്മീകമായ തൻ്റെ വിശേഷതകൾ, നമ്മുടെ ടൈറ്റിലുകൾ എന്തൊക്കെയാണോ അതിനെയെല്ലാം സ്മരിച്ചുകൊണ്ട് മഗ്നാവസ്ഥയിലേക്ക് നമ്മൾ ഒഴുകുക. നമുക്കിപ്പോൾ ഒരു കലാകാരൻ കൂടെ തൻ്റെ കലയെ നോക്കുന്നു, തൻ്റെ മനസ്സിലെ ഭാവനയിലേക്ക് മനസ്സിനെ ഫോക്കസ് ചെയ്യുന്നു, അതിൽ മുഴുകിയിരിക്കും. അതിൽ നിന്നും നല്ല നല്ല കൂടുതൽ ഭാവനായുക്തമായ കലകളെ അദ്ദേഹം ഡെവലപ്പ് ചെയ്യും. അതേപോലെ നമ്മൾ ആത്മാക്കളും കൂടെ തൻ്റെ ഉള്ളിലുള്ള ദിവ്യത എന്താണ്, ആ ദിവ്യതയെ കുറിച്ച് ആഴത്തിൽ അനുഭവിക്കണം. മറ്റൊരു വിഷയം, എക്സ്പീരിയൻസ് സ്പിരിച്വൽ ജോയ് ആൻഡ് സബ്റ്റിൽ ഇൻടോക്സിക്കേഷൻ. ആ ആത്മീയമായ ലഹരിയും ആ സന്തോഷവും നമ്മൾ അനുഭവിക്കും. ആത്മാവിന് എന്തെല്ലാം ലഭിച്ചിട്ടുണ്ട്, പരമാത്മാവിനെ കുറിച്ചും മനസ്സിലാക്കി, അവിനാശിയെ ഖജനാവ് ലഭിച്ചു, ബ്രഹ്മബാബയുടെ ആശ്രയത്തിൽ വന്നു. ഇതൊക്കെ നമ്മൾ ചിന്തിച്ചു നോക്കൂ. ആ മഗ്നാവസ്ഥയിലേക്ക് പോകും. അപ്പൊ നമുക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു വലിയൊരു സമ്മാനം കിട്ടിയെന്നിരിക്കട്ടെ, അപ്പോൾ അവർ ആ നിമിഷം മുതൽ സന്തോഷത്തിന്റെ ഊഞ്ഞാലിൽ ഇങ്ങനെ ആടാൻ തുടങ്ങും. അതുപോലെ നമുക്കും ഈ സംഗമയുഗത്തിൽ എത്രമാത്രം ആത്മീക പ്രാപ്തികളാണ് ലഭിച്ചിട്ടുള്ളത്. സ്വയം ഭഗവാനിൽ നിന്നും ആ ലഹരിക്കും. റിഫ്ലക്ട് ഓൺ യുവർ സെൽഫ് സ്പിരിച്വൽ അറ്റൈൻമെന്റ്സ്. ഇതൊക്കെയാണ് കിട്ടിയ അറ്റൈൻമെന്റ്സ്: ഗോഡ്സ് കമ്പനി, എറ്റേണൽ ട്രഷേഴ്സ്, ബ്രഹ്മ ബാബാസ് ലാബ്സ്, ആൻഡ് ഗെറ്റ് ഇൻടോക്സിക്കേറ്റഡ് വിത്ത് ജോയ്. അടുത്ത പോയിന്റ്, റിമെമ്പറിംഗ് ദ ക്രിയേറ്റർ ആൻഡ് ക്രിയേഷൻ എലിവേറ്റഡ് ദ സോൾ.
നമ്മൾ നമ്മുടെ രചയിതാവിനെ കുറിച്ചും രചനയെക്കുറിച്ചും നിരന്തരം ചിന്തിച്ച് ഒരു ശ്രേഷ്ഠ ആത്മാവായിട്ട് മാറണം. ഭഗവാൻ രചയിതാവാണ്, നമ്മൾ രചനയാണ്. ആ രചയിതാവായ ഭഗവാന്റെ വിശേഷപ്പെട്ട രത്നങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. അപ്പൊ ഇതിലൂടെയാണ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ ശരിയായി മനനം ചെയ്യും. ഉദാഹരണമായിട്ട് ഒരു കുട്ടി മനസ്സിലാക്കുകയാണ്, ഞാൻ രാജാവിന്റെ കുട്ടിയാണ്, എൻ്റെ അച്ഛൻ രാജാവാണ്. അപ്പോൾ കുട്ടിക്ക് എന്ത് അഭിമാനം ഉണ്ടാവും? അതേപോലെ നമ്മൾ ഓരോരുത്തരും ഈ വിശേഷത അനുഭവിക്കൂ, ഞാൻ ഭഗവാന്റെ കുട്ടിയാണ്, ഭഗവാന്റെ വിശേഷപ്പെട്ട രചനയാണ്. പിന്നെ ഭഗവാൻ പറയുന്നു, മേക്ക് മായ ബോധ ബൈ ബിക്കം ലൈക്ക് ഗോഡ്. ഈശ്വരന് മുമ്പിൽ മായ വരാറില്ലല്ലോ. അപ്പൊ മായയെ നിങ്ങളുടെ മുമ്പിൽ നമസ്കരിപ്പിക്കുന്ന ഒരു രാജാവായി മാറും, സ്വയം ഭഗവാന് സമാനമായി മാറും. എപ്പോഴാണോ ആത്മാവ് മാസ്റ്റർ ഭഗവാന്റെ സ്ഥിതിയിലേക്ക് എത്തുന്നത്, പൂർണ്ണമാകുന്നത്, അല്ലെ പൂർണ്ണമായി ശുദ്ധനാകുന്നത്, നിർഭയനാകുന്നത്, ജ്ഞാനയുക്തനാകുന്നത്, അപ്പോൾ മായ പോലും അവരുടെ മുമ്പിൽ തലകുമ്പിടും. ഉദാഹരണത്തിന് നമുക്ക് നോക്കാം. നമുക്ക് സൂര്യക്കോ ദേക്കർ അന്ധകാർ, സൂര്യനെ നോക്കിക്കേ. ആ സൂര്യനെ ഉള്ളിടത്തോളം സമയം അവിടെ അന്ധകാരം ഉണ്ടാകില്ല. പ്രകാശം വരുന്നിടത്ത് ഇരുട്ടില്ലാണ്ടാവും. അതുപോലെ തന്നെയാണ് നമ്മുടെ ഉള്ളിൽ ആത്മീകമായ വെളിച്ചത്തെ കൊണ്ടുവരുമ്പോൾ മായയുടെ ഇരുട്ട് അവിടെ നിന്നും എന്നേക്കുമായി ഇല്ലാതാവും. പിന്നെ ഭഗവാൻ പറയുന്നു, മേക്ക് മായ യുവർ ഫസ്റ്റ് ഡിവോട്ടി ഇൻ ദ കോൺഫ്ലുവൻസ് ഏജ്. ഈ സംഗമയുഗത്തിൽ നമ്മൾ മായയെ നമ്മുടെ ആദ്യത്തെ ഭക്തയാക്കി മാറ്റണം. ഇത് വിശേഷിച്ചും സംഗമയുഗത്തിന്റെ ഒരു വരദാനമാണ്. മായ സ്വയം നിങ്ങളുടെ ഭക്തയായി തീരും, എന്നിട്ട് മായ ജീത്തായി മാറും. ഉദാഹരണത്തിന് നമ്മൾ ഏതെങ്കിലുമൊക്കെ യുദ്ധത്തിന് പോയി ആ യുദ്ധത്തിൽ പങ്കെടുത്ത് ആ ശത്രുവിനെ, ആരെയാണോ ഞാൻ പരാജയപ്പെടുത്തിയത്, ആ ശത്രുവിനെ വധിക്കാതെ ആ ശത്രുവിനെ തൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാക്കി മാറ്റും. അതുപോലെ ആത്മാവും വിജയിയായി മാറണം, മായയെ തൻ്റെ ശരണത്തിൽ കൊണ്ടുവരണം. ശത്രുവാക്കുകയല്ല, മിത്രമാക്കി കൂടെ നിർത്തുക. ഈ ഒരു വരദാനത്തെ നമ്മൾ എന്താ മനസ്സിലാക്കുന്നത്? ബി സോ ലോസ്റ്റ് ഇൻ ദ ഡിവൈൻ റിമംബറൻസ്. അത്രയും നമ്മൾ ഭഗവാന്റെ ഓർമ്മയിൽ ഇങ്ങനെ ലയിച്ചിരിക്കൂ. മായ ഹാസ് നോ ചോയ്സ്. നമ്മളെ പരാജയപ്പെടുത്തുവാൻ മായയ്ക്ക് യാതൊരു ചോയ്സും ഉണ്ടാവില്ല. ബട്ട് ടു ഗോ ടു യുവർ എലിവേറ്റഡ് സ്റ്റേറ്റ്. നമ്മുടെ ആ ഏറ്റവും ശ്രേഷ്ഠമായ ഉന്നതമായ ആത്മീക അവസ്ഥയ്ക്ക് മുൻപിൽ മായയും തലകുനിക്കും. അങ്ങനെ മായാജീത്തായ രാജാവായിട്ട് നമ്മൾ മാറണം. സംഗമയുഗത്തിലെ വിശേഷപ്പെട്ട ഒരു പുരുഷാർത്ഥവും ഇതുതന്നെയാണ്. മായാജീത്താകൂ, അപ്പൊ സത്യത്രേതായുഗങ്ങളിലെ ജഗജ്ജീത്തായിട്ട് മാറാൻ സാധിക്കും. ഓം ശാന്തി.